ക്രിക്കറ്റിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത കായിക ഇനങ്ങളിൽ റൈവലറി എന്ന ഒന്നുണ്ട്. അത് താരങ്ങൾ തമ്മിലും ക്ലബ്ബുകൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും ഒക്കെയുണ്ട്. എന്നാൽ കളിക്കുമപ്പുറം കായികത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടതുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. അനൂപ് ഷൺമുഖൻ ചേരുകയാണ്. അനൂപ്, ഈ പരസ്പര വൈര്യം അതൊക്കെ ഇല്ലാതാക്കാനുള്ളത് കൂടിയാണല്ലോ നമുക്ക് ഈ സ്പോർട്സ്, അല്ലേ? അത് ഊട്ടിയുറപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത്. അതൊക്കെ എത്രത്തോളം നല്ലതാണ്? അത് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ഈ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇത് മാറുക കൂടിയല്ലേ ചെയ്യുന്നത്? റോഷ്നി, നമുക്കതിനെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, സ്പോർട്സിൽ രാഷ്ട്രീയം പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും സ്പോർട്സിനെ ആവേശകരമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് രാഷ്ട്രീയം തന്നെയാണ്. അതായത് നമുക്ക് രണ്ട് രീതിയിൽ കാണാം. വലിയ വൻ ശക്തികളെ ചെറു രാജ്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നത് പലപ്പോഴും കളിക്കളത്തിലാണ്, കായികമായിട്ടല്ല. ആ കളിക്കളത്തിലെ ആ വിജയങ്ങൾ ആ രാജ്യങ്ങളുടെ ഒരിക്കൽ തങ്ങളെ അടിച്ചമർത്തപ്പെട്ടവർക്കുള്ള മറുപടിയായി പോലും വ്യാഖ്യാനിക്കപ്പെടുന്ന തരത്തിലുണ്ട്. അത്തരത്തിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച എത്രയോ മത്സരങ്ങൾ നമുക്കുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാൽ, ഭൗമശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ, പ്രത്യേകിച്ച് എതിരാളികൾ അയൽക്കാരാകുന്ന ഘട്ടം, ഇന്ത്യയെ പാകിസ്ഥാനെ പോലെയുള്ള, ഓസ്ട്രേലിയയും ന്യൂസിലൻഡിനെ പോലെയുള്ള, ബ്രസീലിനെയും അർജന്റീനയും പോലെയുള്ള കാര്യങ്ങൾ, നേരെ മറിച്ച് ഇത് വ്യക്തിപരമായിട്ടുള്ള പോരാട്ടങ്ങൾ കൂടി നമുക്ക് കാണാറുണ്ട്. ആശയപരമായിട്ടുള്ള പോരാട്ടങ്ങൾ കാണാറുണ്ട്. ഒളിമ്പിക്സ് വേദികളെ ഏറ്റവും സജീവമാക്കുന്നത് അമേരിക്കയുടെയും ചൈനയുടെയും ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അവരെ നയിക്കുന്ന ആശയങ്ങൾ വിരുദ്ധമാണ്, നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും തമ്മിലുള്ള പോരാട്ടമാണ് അവിടെ. ശരിക്കും പറഞ്ഞാൽ താരങ്ങൾക്കിടയിൽ തന്നെ ഇടപെടുകയാണ്. അനൂപ് പറഞ്ഞു വന്നതുപോലെ തന്നെ ചരിത്രത്തിൽ ഇത്തരത്തിൽ വൈര്യം മറന്നുകൊണ്ട് പല വിനോദങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് സ്പോർട്സിൽ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും നിലവിലത് ഒരു മത്സര സ്വഭാവം, പരസ്പരം ഒരു വൈര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മത്സരങ്ങളും നടന്നു കാണുകയാണ്.